ഇല്ല പറയാ എങ്ങനെയുണ്ട് പടം? ഫസ്റ്റിനെ അപേക്ഷിച്ചിട്ട് എന്താണ്? ഓക്കെ, താങ്ക് യു. സിനിമ കാണാനായിട്ട് ഫുള്ള് യങ്സ്റ്റേഴ്സാണ് കേട്ടോ. ഒരാൾ പോലും വേറെ ഇല്ല. പുതുതലമുറ സിനിമനെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞെന്നുള്ളതിൻ്റെ നേരെ ഉദാഹരണമാണ്. പ്രമോഷനൊന്നുമില്ല, നല്ലൊരു സിനിമയായി ഞാൻ കാണുന്നു. ഫസ്റ്റ് ഹാഫ് ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നല്ല തിരക്കുണ്ടായിരുന്നു, അത്യാവശ്യം ക്രൗഡുള്ളൊരു മൂവി തന്നെയാണ്. ഹായ്, കാന്താര കണ്ടിട്ടാ, പടം ഒരു രക്ഷയില്ല കേട്ടോ, വെറുതെ പൊളി എന്ന് പറയാം. ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളുടെ കേരളത്തിലുള്ളവർക്ക് എന്തായാലും കാണണം. കാരണം ഇന്ത്യയുടെ ആയാലും നമ്മുടെ ഒരു കേരളത്തിൻ്റെ ആയാലും കൾച്ചർ അതിലൂടെ കാണിക്കുന്നുണ്ട്. ഒരു സ്പിരിച്വലായിട്ടുള്ളൊരു സെക്ഷനും ദേവി ആയാലും ഒരു ദേവനായാലും ശിവനായാലും ബ്രഹ്മാവായാലും എല്ലാവരും ഈ ഭൂമിയിലുള്ള ദൈവങ്ങളിൽ നിന്ന് നമ്മൾ വിശ്വസിക്കണ എല്ലാവരും ഉണ്ടെന്നും ഇപ്പോഴും നിലവിൽ ജീവനോടെയും കൂടെ ഓരോ രൂപത്തിലും എല്ലാത്തിലും ഉണ്ടെന്ന് തെളിയിക്കണ ഒരു പടം. അത് കണ്ടു കഴിഞ്ഞാൽ റിയലായിട്ട് നമ്മൾ തന്നെ വിശ്വസിച്ച് പോകും. നമ്മുടെ വീടിൻ്റെ, നമ്മുടെ ഗ്രാമത്തിലോ നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയിലോ ഇപ്പോഴും നമ്മൾ കാണുന്നതാണ്. അമ്പലങ്ങളായാലും അല്ലെങ്കിൽ അതിന് വേണ്ടി, അതായത് ഈ ഭൂമിക്ക് വേണ്ടി നമ്മുടെ നാടിന് വേണ്ടിയും പൊരുതണ ഓരോരുത്തരെ നമ്മൾ കാണുന്നതാണ്. നിങ്ങളൊന്ന് നേരെ ഒന്ന് ആലോചിച്ച് നോക്കി മോദിയുടെ കാര്യം. അത് മോദി എന്തിനാണ്, മോദിക്ക് ജനിച്ചെന്നും പറഞ്ഞ് നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ ജനിച്ചതാണ്, അതിൽ ഇന്ത്യയിൽ ജീവിക്കണവരാണ്. നമ്മ എന്തുകൊണ്ട് ചിന്തിക്കണില്ല ഈ ഇന്ത്യ രക്ഷപ്പെടണം, അല്ലെങ്കിൽ ഇന്ത്യ വലിയൊരു സാമ്പത്തിക ശക്തി ആവണം, ഇല്ലെങ്കിൽ ഇന്ത്യ എന്താ പറയുക ഒരു വലിയ രാജ്യം, മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ചിട്ട് വലിയൊരു രാജ്യമായി മാറാൻ നമ്മൾ എന്തുകൊണ്ട് ആഗ്രഹിക്കണില്ല? നമ്മളുടെ ജീവിതം മാത്രം ജീവിച്ച് രാവിലെ തിന്നും ഉച്ചയ്ക്ക് ഉറങ്ങിയും ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്തു പോണ്. അത് മാറണം. എല്ലാവരും പണിയെടുക്കണുണ്ട്, അവരവർക്ക് വേണ്ടിയാണ് പണിയെടുക്കണം, ഈ രാജ്യത്തിന് വേണ്ടിയും. അങ്ങനെ നമ്മൾ ജീവിക്കണത് എന്തിനു വേണ്ടി എന്നുള്ളൊരർത്ഥം, അതാണ് മീനിങ് ശരിക്കും. അതിലോട്ട് തിരിഞ്ഞു വരും ശരിക്കും. അപ്പോൾ എല്ലാവരും കാണുക. ഞാൻ കണ്ട്, എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞില്ലേ, സിനിമ എന്നുള്ള രീതിക്ക് കാന്താര 1 അപേക്ഷിച്ചിട്ട് അവർ മോർ ഇമ്പ്രൂവ്ഡാണ്. ആർട്ട് വർക്ക് ആയാലും അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫി ആയാലും സ്റ്റോറി വൈസ് ആയാലും എൻ്റർടൈൻമെൻറ്റ്സ് ആയാലും എല്ലാ രീതിയിലും എന്താ പറയുക ഒരു നല്ലൊരു കണക്ഷനാണ് ശരിക്കും തന്നേക്കണത്. അപ്പോൾ എല്ലാവരും കാണുക, എന്തായാലും കാണുക. ആവശ്യം വരും എല്ലാവരുടെ ജീവിതത്തിലും. അത് എല്ലാവരെയും, അതായത് ഈ ഭൂമിയിൽ വന്ന വംശത്തിനെ തന്നെ അത് ശരിക്കും എല്ലാ രീതിയിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവരും ആദ്യം തന്നെയൊക്കെ പോയി കാണുക. ഋഷഭ് ഷെട്ടിക്ക് എൻ്റെ വക ഒരു എന്താ പറയുക നല്ലൊരു ദിവസമായി ഇന്ന്. ആ ഒരു സിനിമ ഇറക്കിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഞങ്ങളുടെ അരിയത്തുണ്ട് ഇവിടെ ഒരു ഭദ്രകാളി ദേവി ക്ഷേത്രം. അപ്പോൾ ആ ദൈവങ്ങൾ നമ്മളുടെ കൂടെ ഉണ്ടെന്ന്. ആ ദൈവങ്ങൾ സംതൃപ്തരല്ലെങ്കിൽ ആ നാട് നശിഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ശരിക്കും ഈ ഭൂമിയുടെ സത്യം. അത് എല്ലാവരും അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് മനുഷ്യരെല്ലാവരും ഒന്നാവണം. ഇപ്പോഴും മനുഷ്യരെല്ലാവരും ഒന്നല്ല, അവർ ഓരോരുത്തരും ഓരോ ചിന്താഗതി മാറണം ശരിക്കും. അത് ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു ഭൂമിയിൽ ജീവിക്കണ മനുഷ്യരെല്ലാവരും കൂടി ഒന്നിച്ച് കഴിഞ്ഞാലുള്ളൊരു ആ ഒരു കോൺസെപ്റ്റും കൂടിയൊക്കെയാണ് ശരിക്കും ഈ സിനിമ കൊണ്ടൊക്കെ ഉദ്ദേശിച്ച് അവർ ചെയ്തേക്കണത്. അത് എല്ലാവരും കാണണം. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടാ. ഞാൻ എന്താ പറയുക, കെ സിനിമാസിൽ 7 ഷോ ഉണ്ട്. അതിൽ കുറച്ച് പേര് പറഞ്ഞതിൻ്റെ റിവ്യൂസ് കാര്യങ്ങൾ ഇതിൻ്റെ ഒപ്പം ഉണ്ടാവും. ഫാമിലിനെ കൊണ്ടുവന്ന് കാണിക്കണം. ഭയങ്കര വയലൻസ് ഒന്നുമില്ല, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ വയലൻസുകളൊക്കെ ഉള്ളൂ. അതിനും വലിയ എന്തോരം വയലൻസ് ഉള്ള പടങ്ങളൊക്കെ ഇവിടെ ഇറങ്ങുന്നു. പിന്നെ ഭക്തി എന്ന് പറഞ്ഞാലൊരു മനുഷ്യനൊരു സംതൃപ്തിയാണ് ശരിക്കും. സമാധാനവും എന്താ പറയുക ശാന്തിയും കിട്ടുന്ന ഒരു കാര്യമല്ലേ. അത് ഇതിലൂടെയൊക്കെ കുറേ പേർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് വളരെയധികം പൊളിയായിട്ട് പോട്ടെ.
നൈസ്.